അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ ബേർഡ്സിൻ്റെ റൂമിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് വഴി പറഞ്ഞുതരാം, എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും എപ്പോഴും ഞാൻ ബേർഡ്സിൻ്റെ റൂമിലേക്ക് പോണത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചോളമുണ്ട്, കോണുണ്ട്, അപ്പോൾ കുറച്ച് സ്പ്രൗട്ട്സൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ നമ്മളുടെ മുയലിന് വേണ്ടിയിട്ടുള്ള ക്യാബേജിൻ്റെ ലീവ്സ് ഉണ്ട്, ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെ ഒക്കെ ഇലയാണ്. പിന്നെ തേന കഴിഞ്ഞിരിക്കണമായിരുന്നു, അപ്പോൾ കുറച്ച് തേനയും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻസീർ ട്രാവൽ ആൻഡ് ബേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ബേർഡ്സിൻ്റെ റൂമിൻ്റെ ചെറിയൊരു ടൂർ പോലെയാണ് കാണിക്കാവുന്നത്. ടൂർ പോകാൻ മാത്രമുള്ളതൊന്നുമില്ല, പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ബേർഡ്സിൻ്റെ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണതെന്ന് ഒന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിവരിച്ച് തരാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ബേർഡ്സ് റൂമിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ കയറി കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ്സിൻ്റെ ഫുഡിൻ്റെ ട്രേയിലും അല്ലെങ്കിൽ ഫുഡിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പാത്രത്തിലൊക്കെ ഫുഡും വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാകും നോക്കും. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് ഫുഡും വെള്ളവും കറക്റ്റായിട്ട് വെച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ കേജ് തുറന്നിട്ട് ഫുഡും വെള്ളവും മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനൊരു വലിയൊരു പാത്രം എടുക്കും. അപ്പോൾ ഓരോ കേജിലും ചെറിയ ചെറിയ പാത്രങ്ങൾ എടുത്തിട്ട് എല്ലാം കൂടി ആ ഒരു വലിയൊരു മുറത്തിലേക്ക് ഇടും. എന്നിട്ട് അതിലുള്ള ആ തേനേൻ്റെ തൊണ്ട് പയറ്റി കളയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരുപാട് തൊണ്ട് വേസ്റ്റ് ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഓരോന്നെടുത്ത് കൂട്ടിക്കളയാൻ നല്ലത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കൊട്ടിക്കളയാം. അപ്പം നമുക്കിനി തെനൻ്റെ തോടൊക്കെ ഒന്ന് ഇതിൽ നിന്ന് പാറ്റിക്കളയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തോടെല്ലാം പാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തോടെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേന നല്ല അരി മാത്രമേ ഉള്ളൂ, തേനൻ്റെ അരി മാത്രമേ ഉള്ളൂ, തോടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഇങ്ങനെയാണ് എല്ലാ ദിവസവും ചെയ്യണത്. അപ്പോൾ വേസ്റ്റ് ആദ്യം എടുത്ത് കളയും. അപ്പോൾ അതിൽ പോരാത്ത അരി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി തേനരി നമ്മളുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കും. ഒരു അരഭാഗം എല്ലാ കേജിലും ഞാൻ വെച്ച് കൊടുക്കും. ഇത്രയും വെക്കാറുള്ളൂ. അപ്പോൾ ചിക്സ് ഉള്ളതിനാണെങ്കിൽ കുറച്ചും കൂടി അധികം ഞാൻ വെച്ച് കൊടുക്കും. അല്ലാത്തത് ഈ ഇത്രയൊരു ക്വാണ്ടിറ്റി മാത്രം വെച്ച് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ എല്ലാത്തിലും ഫുഡൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്, അതായത് സീഡ്സൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ള കേജിലേക്കുള്ള സീഡ്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ പാത്രം, അതായത് വെള്ളവും കുറച്ച് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ വെള്ളവും കൂടി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ കേജിലും വെള്ളത്തിൻ്റെ പാത്രവും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെയാണ് വെള്ളത്തിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വിമളകളാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും എല്ലാവരുടെ വെള്ളവും ചേഞ്ച് ചെയ്യാനാണ്. ഡെയിലി ചേഞ്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് മാത്രമേ സപ്ലിമെൻറ്റ്സ് ഞാൻ വെച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൽ വിമറാൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3-4 തുള്ളി വിമറാൾ ഇട്ടാൽ മതി. 1 ലിറ്ററിൽ 3 തുള്ളി മതി. കാരണം ബച്ചീസിനും ഫിഞ്ചസിനൊക്കെ വിമറാൾ വളരെ കുറച്ച് അളവിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ്സിൻ്റെ ഹെൽത്തിന് അത് പ്രശ്നമാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഈ ബോട്ടിലുണ്ട്, ശരിക്കും കാണാൻ പറ്റില്ല, അത്രയും കുറച്ച് മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു 3-4 ഡ്രോപ്സ്
3-4 ഡ്രോപ്സ് മതി. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ മാക്സിമം ഒരു 5 തുള്ളി വിമലാൾ നമുക്കിടാം. 3 മുതൽ 5 തുള്ളി വിമലാൾ ഇട്ടിട്ട് നമുക്ക് ബഡ്ജീസിനും ഫിഞ്ചസിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഈ ബേർഡ്സിൻ്റെ റൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഫുഡും വെള്ളവും എല്ലാം മാറ്റിക്കൊടുക്കും. അതിനുശേഷമായിരിക്കും ഞാൻ ഈ പോട്ടുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണത്. അപ്പോൾ പോട്ടുകളിൽ ചിക്സ് ഉള്ള സമയത്ത് പോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ പോട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും വല്ല പാറ്റയോ പല്ലിയോ അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും. ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുള്ള സ്ഥലത്ത് എല്ലാ ദിവസവും നമ്മൾ പോട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇനി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിലാണ് തേനെല്ലാം ഇട്ട് വെക്കണം. അപ്പോൾ തേന കഴിഞ്ഞിരിക്കണതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായി തേന ഇതിലേക്ക് ഇടണം. അപ്പോൾ 2 ടിന്നിലും തേനില്ല, സൺഫ്ലവർ സീഡ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ കോക്ടെയിലിൻ്റെ സീഡ് മിക്സാണ്. അപ്പോൾ ഈ കുറച്ച് സീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു സിലിണ്ടർ കൂടിൻ്റെ മുകളിലാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ഇത് നമ്മളുടെ കുറച്ച് ഷവർ ഐറ്റംസൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ കാണിച്ചു തരാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ കൂടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിന് മുൻപും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇവിടെ കുറച്ച് വുഡ് ഷേവിങ്സൊക്കെ ഞാൻ ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോക്ടെയിലിൻ്റെ ചിക്സൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ വുഡ് ഷേവിങ്സൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന നമ്മളുടെ സിലിണ്ടർ കേജാണിത്, സൈക്കിൾ റിം വെച്ചുണ്ടാക്കിയ സിലിണ്ടർ കേജ്. അപ്പോൾ നമ്മളുടെ ചിക്സ് വിരിഞ്ഞിറങ്ങുന്ന ചിക്സ് ഫ്ലൈയിങ് കേജ് പോലെയാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയിടാറുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ചിക്സൊക്കെ ഉണ്ട്, ഒരു 6 ചിക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 2 മാസമൊക്കെ ആയ ചിക്സാണ്. അപ്പോൾ ഇതിൽ ഇവർക്ക് ഫുഡും വെള്ളമൊക്കെ വെച്ച് ഫ്ലൈയിങ് കേജ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ കുറച്ചും കൂടി ചെറിയ ചിക്സിനെയൊക്കെ ഞാൻ ആദ്യമേ ഈ കേജിലേക്ക് ഇടാറില്ല. വേറൊരു ചെറിയൊരു കേജ് ഉണ്ട്, അതിലേക്കാണ് ഇടാറ്. അപ്പോൾ നമ്മൾ ഏജ് വ്യത്യാസം അനുസരിച്ചിട്ട് ചിക്സിനെ വേറെ വേറെ കേജിലേക്ക് ആക്കും. കാരണം ഇതൊക്കെ കുറച്ചും കൂടി ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിനെ ഡയറക്റ്റായിട്ട് നമ്മളുടെ വലിയ ചിക്സിൻ്റെ അടുത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കൊത്തുപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കൊന്നുകളയാനും വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ കുറച്ചും കൂടി നല്ലോണം പറക്കണ ഒരു പ്രായമാവണവരെ ഈ കേജിൽ തന്നെയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ പിന്നെ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഈ ചെയറിൽ ഇരുന്നിട്ട് എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. അപ്പോൾ എല്ലാ ബേർഡ്സിനും എല്ലാ കേജും ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ബേർഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ പേരുകൾ തമ്മിൽ അടിപിടി കൂടുന്നുണ്ടാകുന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഭക്ഷണവും വെള്ളമെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും, ഈ ചെയറിലിരിക്കും. അപ്പോൾ എല്ലാവരും കേജൊക്കെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. ചിക്സിനൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടാകാൻ കൂടി നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ നമ്മളുടെ ബേർഡ്സിൻ്റെ റൂമിൽ രാവിലെ മുതൽ അല്ലെങ്കിൽ രാവിലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യണമെന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്പ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.